ഇന്ന് ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒന്നാണ് 10ാം ക്ലാസ്സിന് ശേഷം ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുമോ എന്നുള്ളത്. 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് പല വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ ജീവിതം മുഴുവൻ മാറി മറിയുമോ എന്നുള്ള ഭയമാണ് പലരെയും അലോസരപ്പെടുത്തുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഭയപ്പെടുന്നു. ഒരു തെറ്റായ സ്ട്രീം എടുത്താൽ അതോടെ ജീവിതം അവസാനിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതിനേക്കാൾ ആശങ്കയാണ് മാതാപിതാക്കൾക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഭയമാണ് തീരുമാനമെടുക്കുന്നത്, അല്ലാതെ വിദ്യാർത്ഥികളല്ല. ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ സമീപനം ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങളും തിരഞ്ഞെടുപ്പുകളും ഭാവിയിൽ വഴിമാറ്റത്തിനുള്ള അവസരങ്ങളുമാണ് നൽകുന്നത്. NEP 2020 ആശയങ്ങളിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പഠനപാതകൾ എന്നിവ നൽകുന്നു. അതായത് ഒരു തീരുമാനമെടുക്കുന്നത് തെറ്റായി പോയത് കൊണ്ട് അത് ജീവിതകാലം മുഴുവനുള്ള ശിക്ഷയായിരിക്കില്ല. അതുകൊണ്ട് ഒരു സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലും കൂട്ടുകാരനെ നോക്കി ആവരുത്, മാർക്ക് മാത്രം നോക്കിയും ആവരുത്, സാമൂഹിക സമ്മർദ്ദം അതിന് പ്രേരണയുമാകരുത്. തിരഞ്ഞെടുക്കേണ്ടത് ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ലോങ് ടൈം കരിയർ വിഷൻ എന്നിവയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം. 10ാം ക്ലാസ്സിന് ശേഷം സ്ട്രീം തിരഞ്ഞെടുക്കാൻ വിഷമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. നാളത്തെ വീഡിയോയിൽ നമുക്ക് സയൻസ് സ്ട്രീമിനെ കുറിച്ചുള്ള 5 വലിയ തെറ്റിദ്ധാരണകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്